മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നാം ഇന്ന് വിശകലനം ചെയ്യാനായിട്ട് വേണ്ടി ആഗ്രഹിക്കുന്ന വചനഭാഗം ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 8-ാമത്തെ വാക്യമാണ്. അബ്രാം ലോത്തിനോട് പറഞ്ഞു, നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത്, കാരണം നമ്മൾ സഹോദരന്മാരാണ്. ഇതാ, ദേശമെല്ലാം നിന്റെ കണ്ണിലുണ്ടല്ലോ, എന്നെ പിരിഞ്ഞു പോവുക. ഇടത് ഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വലത്തേക്ക് പോയിക്കൊള്ളാം, വലത് ഭാഗമാണ് നിനക്കിഷ്ടമെങ്കിൽ ഞാൻ ഇടത്തേക്ക് പോയിക്കൊള്ളാം. ജോർദാൻ സമതലം മുഴുവൻ ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു. അത് കർത്താവിൻ്റെ തോട്ടം പോലെയും സോവാറിന് നേരെയുള്ള ഈജിപ്തിൻ്റെ മണ്ണ് പോലെയുമായിരുന്നു. കർത്താവ് സോദവും ഗോമറയും നശിപ്പിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയായിരുന്നത്. ലോത്ത് ജോർദാൻ സമതലം തിരഞ്ഞെടുത്തു. അവൻ കിഴക്കോട്ട് യാത്ര തിരിച്ചു. അങ്ങനെ അവർ തമ്മിൽ പിരിഞ്ഞു. അബ്രാം കാനാൻ ദേശത്തേക്ക് താമസമാക്കി. ലോത്ത് സമതലത്തിലെ നഗരങ്ങളിലും വസിച്ചു. അവൻ സോദാമിനോടടുത്ത് കൂടാരമണിച്ചു. സോദാമിലെ ആളുകൾ ദുഷ്ടന്മാരും കർത്താവിൻ്റെ മുമ്പിൽ മഹാപാവികളുമായിരുന്നു. ഈ ഭാഗം നാം വായിക്കുമ്പോൾ ഒരു ചിന്ത നമ്മളിലേക്ക് വരുന്നു. സഹോദരന്മാർ തമ്മിൽ കലഹിക്കരുതെന്നും അത്യാഗ്രഹം പാടില്ല എന്നതുമാണ്. നാം കർത്താവിൻ്റെ ഹിതത്തിന് വിട്ടുകൊടുക്കുമ്പോൾ കർത്താവ് നമുക്ക് ഉചിതമായത് ലഭിക്കുമെന്നുള്ളത്. അബ്രാം ലോത്തിനോട് പറയുന്നുണ്ട്, നിനക്ക് ഇഷ്ടമുള്ളത് എടുക്കാമെന്ന്. അവിടെയെല്ലാം ആ ലോത്തിൻ്റെ ചിന്തയിൽ എനിക്ക് ഏറ്റവും സമ്പന്നമായത്, ഫലപുഷ്ടിയുള്ളത് എനിക്ക് മതി എന്നുള്ളത്. തൻ്റെ സഹോദരനായ അബ്രാമിനെ കുറിച്ചുള്ള ചിന്തകളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് അത്ര ക്ലിയർ ആയിരുന്നോ എന്ന് നാം ചിന്തിക്കണം. നാം ലോകത്തിൻ്റെ പല കാര്യങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന വിധം ശരിയായ രീതിയിലാണോ അല്ലയോ എന്ന് കർത്താവിനോട് വിശകലനം ചെയ്യേണ്ടതുണ്ട്. ലോത്ത് തിരഞ്ഞെടുത്ത സ്ഥലം ഏറ്റവും കൂടുതൽ ദുഷ്ടന്മാരുള്ള ഒരു സ്ഥലമായിരുന്നു എന്ന് പിന്നോട്ടുള്ള ഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും നമുക്ക് നൽകിയ ഈ ജീവിതത്തിൽ നാം സ്വാർത്ഥത കൈവെടിഞ്ഞുകൊണ്ട് ദൈവത്തിനോട് ചേർന്ന് ദൈവത്തിൻ്റെ ഹിതമറിഞ്ഞ് നാം പ്രവർത്തിക്കാനുള്ള കൃപയ്ക്കായിട്ട് നാം പ്രാർത്ഥിക്കുക. അതിനുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബ്രദർ തോമസ് ജോർജ് പണശ്ശേരി.